PM പോഷൻ പദ്ധതിയിൽ കേന്ദ്രത്തിന് കേരളത്തിന്റെ കത്ത്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകണമെന്ന ശുപാർശ നടപ്പാക്കണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. 12ാം ക്ലാസ് വരെ PM പോഷൻ നീട്ടണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സർക്കാർ. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. PM പോഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണല്ലോ സർക്കാർ ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്. ഇത് 12ാം ക്ലാസ് വരെ നീട്ടണമെന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കത്തിൽ പറയുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? മോത്തി, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് കേരളം ഈ ശുപാർശ ഇപ്പോൾ കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നേരത്തെ ഈ PM പോഷൻ പദ്ധതിയിൽ ഈ കേന്ദ്ര സർക്കാർ ഈ പ്രഭാത ഭക്ഷണം അഥവാ പ്രാതൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഒരു ശുപാർശ ഈ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകണമെന്നതായിരുന്നു. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശ ചെയ്ത ആ ശുപാർശ നടപ്പാക്കണമെന്നാണ് കേരളം ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം ഈ പദ്ധതി PM പോഷൻ പദ്ധതി നേരത്തെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഈ PM പോഷൻ പദ്ധതിയുടെ കാലാവധി അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഈ പദ്ധതി തുടരുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളോട് ശുപാർശ കൈമാറുവാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനാണ് കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളും ലക്ഷദ്വീപും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപും ഈ PM പോഷൻ പദ്ധതിയിൽ പ്രാതൽ അഥവാ പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കുട്ടികളുടെ പഠനത്തിന് ഈ പ്രഭാത ഭക്ഷണം വളരെ സഹായകരമാകും. കാരണം അത് പോഷകമൂല്യമുള്ള പ്രഭാത ഭക്ഷണമൊക്കെ നൽകുകയാണെങ്കിൽ അത് കുട്ടികളുടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഉൾപ്പെടെ അത് ഗുണം ചെയ്യുമെന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കിയിരുന്ന ആ ശുപാർശ നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ ഈ PM പോഷൻ പദ്ധതി 12ാം ക്ലാസ് വരെ നീട്ടണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഈ ആവശ്യം, അതായത് പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം സജീവമായി പരിഗണനയിലുണ്ട് എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ ഈ ധനകാര്യ മന്ത്രാലയമായിരുന്നു ഈ NEPയിലെ ഈ ശുപാർശ നടപ്പാക്കുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ എതിർപ്പിനെ തുടർന്നാണ് നടക്കാതെ പോയത്. കാരണം വലിയ ചെലവ് വരുമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കാതെ പോയത്. ഏതായാലും NEPയിൽ ഒരു ശുപാർശ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സമയത്ത് ഈ NEP ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴാണ് NEPയിലെ തന്നെ ഒരു ശുപാർശ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു പദ്ധതിയിൽ കേന്ദ്രത്തിന് കേരളം കത്ത് നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ശരി, ബി ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.